നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. തെരുവുനായ ശല്യത്തിന് പരിഹാരമായില്ല. ഇന്നും തുറന്നു പ്രവർത്തിക്കാതെ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂൾ. വിദ്യാലയത്തിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് നൽകണമെന്ന കളക്ടറേറ്റിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചൂണ്ടൽ വില്ലേജ് ഓഫീസർ വിദ്യാലയത്തിലെത്തി. ബുധനാഴ്ച വിദ്യാലയം തുറന്നു പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ അധ്യാപകരും PTA കമ്മിറ്റിയും. നാട് തെരുവുനായ ഭീഷണിയിൽ അമർന്നിട്ടും പഞ്ചായത്ത് ഭരണാധികാരികൾ തുടരുന്ന നിസ്സംഗതയ്ക്കെതിരെ UDF ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തെരുവുനായ ശല്യം മൂലം പഞ്ചായത്ത് പ്രസിഡന്റ് മാനേജറായ സ്കൂൾ രണ്ട് ദിവസം അടച്ചിടേണ്ടി വന്നത് ഭരണക്കാരുടെ നിസ്സംഗതയാണെന്ന KPCC സെക്രട്ടറിയും തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ CC ശ്രീകുമാർ. ജോൺ ഉറുമ്പിൽ കോർ എപ്പിസ്കോപ്പയ്ക്ക് കുന്നംകുളം യാത്രാമൊഴിയേകി. അന്തരിച്ച മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനത്തിലെ മുതിർന്ന വൈദികൻ ജോൺ ഉറുമ്പിൽ കോർ എപ്പിസ്കോപ്പയുടെ കബറടക്കം നടന്നു. ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും ഗുരുവായൂരിലെ സർക്കാർ അതിഥി മന്ദിരം തുറന്നുകൊടുക്കാൻ നടപടിയായില്ല. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സർക്കാർ സ്വത്ത് വെറുതെ പൂട്ടിയിട്ടിരിക്കുന്നത് വലിയ സാമ്പത്തിക നഷ്ടത്തിനും കാരണമാകുന്നു. CCTV സ്പെഷ്യൽ സ്റ്റോറി. ജലത്തിന്റെ നിറവ്യത്യാസവും ദുർഗന്ധവും മൂലം വലഞ്ഞ നാട്ടുകാർ. പുന്നിയൂർ പഞ്ചായത്തിലെ കുരഞ്ഞിയൂർ തച്ചനായിൽ തോട്ടിലെ വെള്ളത്തിനാണ് നിറവ്യത്യാസവും ദുർഗന്ധവും വമിക്കുന്നത്. ഇതുമൂലം പരിസരത്തെ 20ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. വാർത്തകൾ വിശദമായി. തെരുവുനായ ശല്യത്തിന് പരിഹാരമായില്ല. ചൊവ്വാഴ്ചയും തുറന്ന് പ്രവർത്തിക്കാതെ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂൾ. പട്ടി പ്രസവിച്ച് കിടക്കുന്ന സാഹചര്യത്തിൽ തിങ്കളാഴ്ചയും സ്കൂളിന് അവധി നൽകിയിരുന്നു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പട്ടികളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ വിഫലമായതോടെയാണ് ചൊവ്വാഴ്ചയും വിദ്യാലയത്തിന് അവധി നൽകിയത്. മേഖലയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഇതേ വിദ്യാലയത്തിലെ വിദ്യാർത്ഥി ഉൾപ്പെടെ 4 പേരെയാണ് തെരുവുനായ കടിച്ചത്. സ്കൂൾ പരിസരത്ത് അലഞ്ഞുതിരിഞ്ഞ് നടന്നിരുന്ന തെരുവുനായയാണ് ആളുകളെ ആക്രമിച്ചത്. തെരുവുനായയെ പിന്നീട് ചത്തനിലയിൽ പരിസരത്ത് നിന്ന് കണ്ടെത്തുകയും പരിശോധനയിൽ പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ കഴിഞ്ഞ ശനിയാഴ്ച സ്കൂളിലെ വാഹന ഷെഡിൽ പട്ടിയെയും പ്രസവിച്ച കുട്ടികളെയും കണ്ടെത്തുകയും ചെയ്തു. ഇതോടെ വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്ത് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പ്രധാന അധ്യാപിക തിങ്കളാഴ്ച അവധി നൽകിയിരുന്നു. പട്ടി പ്രസവിച്ച ശേഷം കൊണ്ടുവന്നിട്ട കുട്ടികളെ മാറ്റാൻ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ കുഞ്ഞുങ്ങളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു. തുടർന്ന് ചൊവ്വാഴ്ച അധ്യയനം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ തിങ്കളാഴ്ച വൈകിട്ട് ചേർന്ന PTA എക്സിക്യൂട്ടീവ് യോഗത്തിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന മുഴുവൻ പട്ടികളെയും പിടികൂടാതെ വിദ്യാലയം പ്രവർത്തിക്കുന്നത് കുട്ടികളുടെ ജീവന് ഭീഷണിയാകുമെന്ന് കണ്ടെത്തിയതോടെ ചൊവ്വാഴ്ചയും അവധി നൽകുകയായിരുന്നുവെന്ന് PTA പ്രസിഡന്റ് CD പരമേശ്വരൻ പറഞ്ഞു. യോഗ തീരുമാനപ്രകാരമാണ് അവധി കൊടുത്തത്. കാരണം പട്ടികളെ പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അന്ന് കാലത്ത് തന്നെ പഞ്ചായത്ത് അധികൃതരും പട്ടിപിടുത്തക്കാരും വന്ന് 10ഓളം പട്ടികളെ പിടിച്ച് കൂട്ടിലടക്കുകയുണ്ടായി. സ്കൂളത്തെ ഇപ്പോഴത്തെ സ്ഥിതി പട്ടികൾ യാതൊരുവിധ ശല്യമില്ല. നാളെ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം. എന്നിരുന്നാലും വൈകുന്നേരം ഒരു PTA മീറ്റിംഗ് കൂടി അവസാന തീരുമാനത്തിൽ എത്താവുന്നതാണ്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ ഉറപ്പ് തന്നിട്ടുണ്ട്. നാളെ സ്കൂൾ തുറക്കുന്ന സമയത്ത് എല്ലാവിധ പ്രൊട്ടക്ഷനും കുട്ടികൾക്കും ടീച്ചർമാർക്കും സ്കൂൾ തുറക്കുന്ന സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ചെയ്യാനുള്ള ഉറപ്പ് തന്നിട്ടുണ്ട്. അങ്ങനെ നാളെ സ്കൂൾ തുറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ മുതൽ പട്ടികളെ പിടികൂടുന്നതിന് തുടക്കമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്നും മാറ്റിയ പട്ടിക്കുട്ടികളെയും ഷെൽട്ടറിലേക്ക് മാറ്റാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനിടെ വിദ്യാലയത്തിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് നൽകണമെന്ന കളക്ടറേറ്റിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചൂണ്ടൽ വില്ലേജ് ഓഫീസർ വിദ്യാലയത്തിലെത്തി വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു. ബുധനാഴ്ച വിദ്യാലയം തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകരും PTA കമ്മിറ്റിയും. നാട് തെരുവുനായ ഭീഷണിയിൽ അമർന്നിട്ടും പഞ്ചായത്ത് ഭരണാധികാരികൾ തുടരുന്ന നിസ്സംഗതയ്ക്കെതിരെ UDF ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കേച്ചേരി സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ കുന്നംകുളം പോലീസിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ KPCC സെക്രട്ടറിയും തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു.
തെരുവുനായ ശല്യം മൂലം പഞ്ചായത്ത് പ്രസിഡന്റ് മാനേജരായ സ്കൂൾ 2 ദിവസം അടച്ചിടേണ്ടി വന്നത് ഭരണസമിതിയുടെ നിസ്സംഗതയാണെന്ന് ശ്രീകുമാർ പറഞ്ഞു. വിദ്യാർത്ഥിക്ക് നായയുടെ കടിയേറ്റ് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് പഞ്ചായത്ത് ഭരണാധികാരികൾ വിഷയത്തിൽ ഇടപെടുന്നത്. സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന സർക്കാർ സ്കൂളിനോടുള്ള തികഞ്ഞ അനാസ്ഥയാണ് വ്യക്തമാകുന്നത്. അടാട്ട് പഞ്ചായത്ത് നടപ്പിലാക്കിയ മാതൃക പിന്തുടരാൻ ഭരണക്കാർ തയ്യാറാകണമെന്നും ജനങ്ങളുടെ സ്വൈര്യജീവിതം ഉറപ്പുവരുത്തണമെന്നും ശ്രീകുമാർ വ്യക്തമാക്കി. നിങ്ങൾക്ക് പേപ്പറിനെ പിടിക്കുവാൻ, തെരുവുനായകളെ പിടിക്കുവാൻ പദ്ധതിയില്ലെന്നല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ AC കാറിൽ തലക്കും വിലക്കും നടക്കുന്നുണ്ടല്ലോ. നിങ്ങൾ അപ്പുറത്ത് അങ്ങ് കിഴക്കോട്ടും യാത്ര ചെയ്ത് ഈ ഹൈവേയിൽ പോയി കഴിഞ്ഞാൽ അടാട്ട് ഗ്രാമപഞ്ചായത്ത് ഒരു പഞ്ചായത്തുണ്ട്. ഈ രാജ്യത്തിന് തന്നെ മാതൃകയായി ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 2020 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പഞ്ചായത്ത് അധികാരത്തിൽ വന്ന് ആ ദിവസങ്ങൾക്കകം ഈ രാജ്യത്തിന് തന്നെ മാതൃകയായി തെരുവുനായ്ക്കളെ പിടിക്കുന്ന സംരക്ഷിക്കുന്ന മാതൃകാ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തെരുവ് പട്ടി നിയന്ത്രണം പോലും നടത്താൻ പറ്റാത്ത പഞ്ചായത്ത് ഈ കുട്ടികളുടെ ക്യാമ്പസ് ഇത്ര ദിവസമായി അടച്ചിട്ടിരിക്കുകയാണ്. ഇനി അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത്തരം തെരുവ് പട്ടികളെ പിടിക്കുവാൻ വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണി അതിന് സംരക്ഷണ സേനയിറക്കി സമരരംഗത്തേക്ക് കടന്നുവരും സൂചിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ധനേഷ് ചുള്ളിക്കാട്ടിൽ അധ്യക്ഷനായി. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി, ചൂണ്ടൽ മണ്ഡലം മുൻ പ്രസിഡന്റ് RM ബഷീർ, UDF നേതാക്കളായ PA സാദിഖ്, നസീർ കേച്ചേരി, ബെന്നി തലക്കൂട്ടുകര, ബാലചന്ദ്രൻ പൂലോത്ത്, I വേണുഗോപാൽ, AM ജമാൽ, MM ഷംസുദ്ദീൻ, ഡൊമിനിക് ഫ്രാൻസിസ്, KA ധർമ്മരാജൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ TO സെബി, KL പോൾസൺ, അനീഷ് ആന്റണി, അനുഷ ഷാഫർ, ജെസി ജോസഫ്, റസിയ അലി, ഷൈസ്ന ജിംഷാദ്, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് ഗുരുവായൂർ കോട്ടപ്പടിയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്ന് രാവിലെ 8 മണിയോടെ കോട്ടപ്പടി മഹാത്മാഗാന്ധി റോഡിലാണ് മരം വീണത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന മരം കടപുഴകി റോഡിലേക്ക് വീഴുകയായിരുന്നു. വൈദ്യുതി ലൈനിലേക്ക് മരം വീണതിനെ തുടർന്ന് ഒരു വൈദ്യുതി പോസ്റ്റ് റോഡിലേക്ക് ഒടിഞ്ഞു വീണു. ഇതിന്റെ ആഘാതത്തിൽ മറ്റൊരു വൈദ്യുതി പോസ്റ്റിനും കേടുപാടുകൾ സംഭവിച്ചു. സംഭവം അറിഞ്ഞയുടൻ വാർഡ് കൗൺസിലർ ബഷീർ പൂക്കോട് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി റോഡിൽ വീണ് കിടന്ന മരം മുറിച്ചു മാറ്റി. തുടർന്ന് KSEB അധികൃതർ സ്ഥലത്തെത്തി തകർന്ന വൈദ്യുതി പോസ്റ്റ് മാറ്റി സ്ഥാപിച്ചു. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഉച്ചയോടെയാണ് ഈ മേഖലയിൽ ഗതാഗതവും വൈദ്യുതി ബന്ധവും പൂർണ്ണമായി പുനഃസ്ഥാപിച്ചത്. ജോൺ ഉറുമ്പിൽ കോർ എപ്പിസ്കോപ്പയ്ക്ക് നാട് യാത്രാമൊഴിയേകി. അന്തരിച്ച മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനത്തിലെ മുതിർന്ന വൈദികനായ ജോൺ ഉറുമ്പിൽ കോർ എപ്പിസ്കോപ്പയുടെ കബറടക്കം നടന്നു. ഭദ്രാസനത്തിലെ സഭാപ്രവർത്തനങ്ങളിലും ആത്മീയ ശുശ്രൂഷകളിലും ദീർഘകാലം സജീവ സാന്നിധ്യമായിരുന്ന അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 ഭൗതിക ശരീരം തൃശൂർ പുളായ്ക്കലിലുള്ള കുടുംബ വീട്ടിലേക്ക് എത്തിച്ചു. തുടർന്ന് പ്രാരംഭ പ്രാർത്ഥനയും 1-ാം ശുശ്രൂഷയും നടന്നു. തുടർന്ന് ഭൗതിക ശരീരം മാതൃയിടവകയായ പുളായ്ക്കൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലേക്ക് കൊണ്ടുവന്ന് 2-3 ശുശ്രൂഷകൾ ദേവാലയത്തിൽ വെച്ച് നടത്തി. വൈകിട്ട് കുന്നംകുളത്തെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് സന്ധ്യാനമസ്കാരവും 4-5 ശുശ്രൂഷകളും ഒരുക്കി. ചൊവ്വാഴ്ച രാവിലെ 6:30 കുന്നംകുളം തെക്കേ അങ്ങാടി സെന്റ് മത്തിയാസ് ഓർത്തഡോക്സ് പള്ളിയിലേക്ക് എത്തിച്ചു. വിശുദ്ധ കുർബാനയും 6-ാം ശുശ്രൂഷയും നടന്നു. രാവിലെ 9 മണിക്ക് നഗരി കാണിക്കൽ ആരംഭിച്ച് കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി, ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പുത്തൻപള്ളി എന്നീ പള്ളികളിൽ യാത്ര ചോദിച്ചതിനു ശേഷം ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ എത്തിച്ചേർന്നു. തുടർന്ന് 7-8 ശുശ്രൂഷകൾ നടന്നു. 11:30 സമാപന ശുശ്രൂഷയും തുടർന്ന് കബറടക്കവും നടന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കൊച്ചി ഭദ്രാസന മെത്രോപൊലിത്ത ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയസ് മെത്രോപൊലിത്തയും അങ്കമാലി ഭദ്രാസനത്തിലെ പോളികോർപ്പോസ് മെത്രോപൊലിത്ത, ബദനിയാശ്രമത്തിലെ മാത്യൂസ് മാർ തെവോദോസിയോസ് തുടങ്ങിയവർ പ്രധാന കാർമ്മികത്വം വഹിച്ചു. കുന്നംകുളം ഭദ്രാസനത്തിലെയും മറ്റ് ഭദ്രാസനങ്ങളിലെയും വൈദിക ശ്രേഷ്ഠർ സഹകാർമ്മികരായി. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരമർപ്പിക്കാനായി എത്തിയിരുന്നു. ശോശാമയാണ് ജോൺ ഉറുമ്പിൽ കോർ എപ്പിസ്കോപ്പയുടെ ഭാര്യ. സിജി, സിൻസി, സിൽമി എന്നിവർ മക്കളും സനിൽ, ബോണി, മാത്യു എന്നിവർ മരുമക്കളുമാണ്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വായനാ ലഹരിയിൽ ഒരുമിച്ച് മുന്നേറാം എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചു. മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ കവിയും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ PN ഗോപികൃഷ്ണൻ വിഷയാവതരണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PP സന്തോഷ് അധ്യക്ഷനായി. വിദ്യാർത്ഥിനി മീനാക്ഷിക്കുട്ടി വായനാ പ്രതിജ്ഞയും കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ
ഫിദ നസറിൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. IQAC കോർഡിനേറ്റർ ഡോക്ടർ TD ശ്രീജ, ശ്രീകൃഷ്ണ കോളേജ് ലൈബ്രറിയൻ MA സുധീഷ് കുമാർ, കൾച്ചറൽ ആൻഡ് ലിറ്ററസി ക്ലബ് കോർഡിനേറ്ററും കവിയുമായ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അധ്യാപകരുടെയും അനധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കാവ്യാലാപനവും നടന്നു. ചിത്രകാരിയും വിദ്യാർത്ഥിനിയുമായ മന്യദാസ് വരച്ച ചിത്രം കവിക്ക് കൈമാറി. ബഷീറിന്റെ പ്രേമലേഖനം എന്ന കഥയെ മുൻനിർത്തി നടത്തിയ ഉപന്യാസ രചനാ മത്സരത്തിൽ നിന്ന് 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ അനിൽകുമാർ, ശ്രീലക്ഷ്മി എന്നീ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടത്തിയ കുളമ്പ് രോഗ പ്രതിരോധ യജ്ഞത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി അയ്യപ്പ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെറ്റിനറി സർജൻ ജ്യോതി ശ്രീധരൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ MP രാജൻ, KM റസാക്ക, PM അലി, KH സിദ്ദിഖ്, സ്വീറ്റി ഷാജി, സ്വപ്ന പ്രിൻസ്, സന്ധ്യ ഷിബു, ജിൻസി സജു തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്തിലെ 480 കന്നുകാലികൾക്കുള്ള കുത്തിവയ്പ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് പഞ്ചായത്ത് മൃഗസംരക്ഷണ വകുപ്പും തുടക്കം കുറിച്ചിരിക്കുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും ഗുരുവായൂരിലെ സർക്കാർ അതിഥി മന്ദിരം തുറന്നു കൊടുക്കാൻ നടപടിയായില്ല. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സർക്കാർ സ്വത്ത് വെറുതെ പൂട്ടിയിട്ടിരിക്കുന്നത് വലിയ സാമ്പത്തിക നഷ്ടത്തിനും കാരണമാകുന്നുണ്ട്. സുബൈർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വിനോദസഞ്ചാര വകുപ്പ് നിർമ്മിച്ച സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ അതിഥി മന്ദിരമാണിത്. നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടിട്ടും ഉദ്ഘാടനം നടത്താതെ കിടക്കുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന ഉദ്ഘാടനം മാമാങ്കത്തിലാണ് തിരക്കിട്ട് ഇതും നാടിന് സമർപ്പിച്ചത്. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അധികൃതർ ഇക്കാര്യം മറന്ന മട്ടാണ്. കഴിഞ്ഞ ഫെബ്രുവരി 19 മന്ത്രി PA മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ച കെട്ടിടം ഇതുവരെ തുറന്നു പ്രവർത്തിക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. 50 സെന്റ് സ്ഥലത്ത് 31.95 കോടി രൂപ ചിലവഴിച്ച് അത്യാധുനിക സൌകര്യങ്ങളോടെയാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. 56 മുറികളുള്ള കൂറ്റൻ കെട്ടിടം തുറന്നാൽ ഗുരുവായൂരിലെത്തുന്ന തീർത്ഥാടകർക്കും വലിയ ആശ്വാസമാകും. ഉദ്ഘാടനവേളയിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് നൽകിയ ഉറപ്പുകൾ നാട്ടുകാർ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. VIP-കൾക്ക് മാത്രമായി ചുരുങ്ങാതെ സാധാരണക്കാർക്കും ഇവിടെ മുറികൾ ലഭിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുമെന്നായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. എന്നാൽ ഉദ്ഘാടനം നടന്ന മാസങ്ങൾ കഴിഞ്ഞിട്ടും കെട്ടിടം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ അധികൃതർ താൽപര്യം കാണിക്കുന്നില്ല. അറ്റകുറ്റപ്പണികളോ മറ്റ് സാങ്കേതിക തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ അത് അടിയന്തരമായി പരിഹരിച്ച് അതിഥി മന്ദിരം ഉടൻ തന്നെ ഭക്തർക്കായി തുറന്നുകൊടുക്കണമെന്ന ആവശ്യം ശക്തമാണ്. വടക്കേക്കാട് ICA ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ മൺസൂൺ രോഗ പ്രതിരോധ ബോധവൽക്കരണവും ലഹരി വിരുദ്ധ ക്യാമ്പയിനും റാലിയും സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പ്രിൻസിപ്പൽ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. പർച്ചേസിംഗ് കമ്മിറ്റി കൺവീനർ വാരിയത്ത് കുഞ്ഞുമോൻ, വൈസ് പ്രിൻസിപ്പൽ ഫാത്തിമ കമാൽ, നേച്ചർ ക്ലബ്ബ് അസിസ്റ്റന്റ് കൺവീനർ ജെറി ജോൺ എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ PG അശോകൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ K സുജിത്ത്, NG അജിത, ഹർഷരാജ് എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു. കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർ സുരഭി ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ് എന്ന വിഷയത്തിൽ പ്രത്യേക ബോധവൽക്കരണം നടത്തി. നേച്ചർ ക്ലബ് കൺവീനർ ധന്യ സ്വാഗതവും NSS പ്രോഗ്രാം ഓഫീസർ സബിത പ്രമോദ് നന്ദിയും പറഞ്ഞു. സ്കൂളിലെ NSS വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ റാലിയും ഉണ്ടായിരുന്നു. ജലത്തിന്റെ നിറവ്യത്യാസവും ദുർഗന്ധവും മൂലം വലഞ്ഞ നാട്ടുകാർ. പുന്നൂർ പഞ്ചായത്തിലെ കുരഞ്ഞൂർ തച്ചനായിൽ തോട്ടിലെ വെള്ളത്തിനാണ് നിറവ്യത്യാസവും ദുർഗന്ധവും ഉള്ളത്. ഇതുമൂലം പരിസരത്തെ 20ഓളം വീട്ടുകാരാണ് ദുരിതത്തിലായിരിക്കുന്നത്. ദുർഗന്ധം മൂലം വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. വെള്ളം ഇങ്ങനെയായതിന്റെ കാരണമെന്തെന്നും വ്യക്തമല്ല. വേനൽ അവസാനിക്കുമ്പോഴാണ് നിറവ്യത്യാസം തുടങ്ങുക. ഏതാനും വർഷം മുമ്പാണ് വെള്ളത്തിന് കറുത്ത നിറം വന്നു തുടങ്ങിയത്. ഇതോടൊപ്പം ദുർഗന്ധവും തുടങ്ങും. മീനുകൾ ചത്തുപൊന്തും. കുട്ടാടൻ പാടശേഖരത്തിലെ പാടികൾ ചെയ്യുന്നതാണ് ദുർഗന്ധത്തിന് കാരണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും മറ്റു പ്രദേശങ്ങളിൽ വെള്ളത്തിന് ദുർഗന്ധമുണ്ടാകാറില്ല. കുരഞ്ഞൂരിലെ അച്ചാർ കമ്പനിയിലെ മാലിന്യം പാടത്ത് തള്ളുന്നു എന്ന ആക്ഷേപത്തിനും സ്ഥിരീകരണമില്ല. മാത്രമല്ല, അച്ചാർ കമ്പനിയുടെ സമീപത്തെ പാടശേഖരത്തിലെ വെള്ളത്തിന് ഇത്തരത്തിൽ നിറവ്യത്യാസമോ ദുർഗന്ധമോ ഇല്ല. ഇതൊന്നുമല്ലാതെ മറ്റെന്തെങ്കിലും മാലിന്യം തോട്ടിൽ തള്ളുന്നുണ്ടോ എന്നാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ സംശയം. മഴ പെയ്ത് തോട് നിറഞ്ഞൊഴുകിയാൽ മാത്രമാണ് ദുർഗന്ധം അവസാനിക്കുക. ഇത്തവണ മഴ കുറവായതിനാൽ ദുർഗന്ധം തുടരുകയാണ്. കുട്ടാടൻ പാടത്ത് നിന്ന് തുടങ്ങി കനോലി കനാലിലാണ് 1 കിലോമീറ്ററോളം നീളമുള്ള തോട് അവസാനിക്കുന്നത്. ജനകീയ പങ്കാളിത്തത്തോടെ തോട്ടിലെ ചെളികോരി വൃത്തിയാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ വർഷം തീരുമാനിച്ചിരുന്നെങ്കിലും നടന്നില്ല. കുരഞ്ഞിയൂർ ക്ഷേത്രത്തിന് ഏതാനും മീറ്റർ ദൂരത്താണ് തമ്പുരാൻപടി കണ്ടുബസാർ റോഡിന് കുറുകെ തച്ചനായിൽ തോട് കടന്നുപോകുന്നത്.
പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും ഇടപെട്ട് എത്രയും പെട്ടെന്ന് തോട് വൃത്തിയാക്കുകയും വെള്ളത്തിന്റെ നിറവ്യത്യാസവും ദുർഗന്ധവും കണ്ടുപിടിച്ച് പ്രദേശത്തെ വീട്ടുകാരുടെ ആശങ്കയകറ്റണമെന്നാണ് ഇവരുടെ അപേക്ഷ. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ തെരുവുനായ ശല്യം പരിഹരിക്കണമെന്നും തകർന്നു കിടക്കുന്ന പഴഞ്ഞി മങ്ങാട് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നും കേരള കോൺഗ്രസ് കാട്ടകാമ്പാൽ മണ്ഡലം കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് കളക്ടർക്ക് പരാതി നൽകുവാനും യോഗം തീരുമാനിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് കൊളനൂർ ഉദ്ഘാടനം ചെയ്തു. വിൽസൺ ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു പാപ്പച്ചൻ ആമുഖ പ്രസംഗം നടത്തി. ഭാരവാഹികളായ രാജൻ പഴുന്നാൻ, നിയോജക മണ്ഡലം യൂത്ത് ഫ്രണ്ട് പ്രസിഡന്റ് ബിജോയ് മണ്ടുമ്പാൽ, ബെൻസൺ ബാബു, കുഞ്ഞൻ പെരുന്തിരുത്തി, ലിഷ ബിജു എന്നിവർ സംസാരിച്ചു. കോൾ മേഖലയായ കാട്ടകാമ്പാലിൽ കാർഷിക ടൂറിസം പദ്ധതിക്ക് തുടക്കമിടാൻ സർക്കാരിനെ സമീപിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുന്നംകുളം താലൂക്കിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കാട്ടകാമ്പാലിൽ കാർഷിക രംഗത്ത് പ്രവൃത്തിയെടുക്കുന്ന കർഷകർക്ക് വരുമാനം ഉറപ്പാക്കാൻ പദ്ധതികൾ കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ബൃഹത്തായ ശ്രമങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. കേര പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി വേൾഡ് ബാങ്കിന്റെ സഹായത്തോടെ 25 ലക്ഷം രൂപ അനുവദിച്ച് കാട്ടകാമ്പാൽ കൃഷിഭവനെ സ്മാർട്ട് കൃഷിഭവനാക്കി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഈ സാമ്പത്തിക വർഷം തുടങ്ങുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അനൂപ് വിജയൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജൻ, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ സജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിജയ ഗോപി, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ഞാറ്റുവേല ചന്തയോടനുബന്ധിച്ച് റൈഡ്കോ, ഹരിത കാർഷിക കർമ്മസേന തുടങ്ങിയവരുടെ വിവിധ സ്റ്റാളുകൾ, അത്യുൽപാദന ശേഷിയുള്ള പച്ചക്കറി തൈകൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവയും പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും ഉണ്ടായിരുന്നു. കുരുന്നുകൾക്ക് കൗതുകമായി കൂറ്റൻ തിമിംഗല സ്രാവിന്റെ ശില്പം. ചിറനല്ലൂർ സെന്റ് ജോസഫ് LP സ്കൂളിൽ 50 അടിയോളം നീളമുള്ള തിമിംഗല സ്രാവിന്റെ മാതൃക പ്രദർശിപ്പിച്ചു. മത്സ്യവിഭാഗത്തിലെ ഭീമനായ വംശനാശ ഭീഷണി നേരിടുന്ന തിമിംഗല സ്രാവിന്റെ സംരക്ഷണ സന്ദേശവുമായിട്ടാണ് വിദ്യാലയത്തിലെ പരിസ്ഥിതി ക്ലബിന്റെയും വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെയും നേതൃത്വത്തിൽ ശില്പം തയ്യാറാക്കിയത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആൻഡോ പോൾ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ജെസ്സി ജോസഫ് അധ്യക്ഷയായി. പ്രധാന അധ്യാപകൻ KP ജോസഫ്, സുനിത ഷിജു, TJ ബീന എന്നിവർ സംസാരിച്ചു. പ്രദർശനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി കളറിംഗ് മത്സരവും സംഘടിപ്പിച്ചു. അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിനെതിരെ വ്യാപക വിമർശനമുള്ളതായി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. 1 മണിക്കൂർ മുൻപെങ്കിലും ലോഡ് ഷെഡിംഗ് വിവരം ഉപഭോക്താക്കളെ അറിയിക്കണമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെട്ടു. മൺസൂൺ ശക്തിപ്പെടുമ്പോൾ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിന്റെ ബാധ്യത കുറയ്ക്കാൻ KSEB ശ്രമിക്കണമെന്നും റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. സെപ്റ്റംബർ ഒഴികെ ജൂലൈ മുതൽ ഡിസംബർ വരെ വൈദ്യുതി ഉയർന്ന വിലയ്ക്ക് വാങ്ങാമെന്ന് ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരുന്നതിനിടയിലാണ് KSEBയുടെ അപേക്ഷ റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചത്. അതേസമയം ആവർത്തിച്ചു പറഞ്ഞിട്ടും വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതിയുടെ വിവരം KSEB സമർപ്പിച്ചിട്ടില്ലെന്നും ഉത്തരവിൽ വിമർശനമുണ്ട്. KSEB പവർ എക്സ്ചേഞ്ചിൽ നിന്ന് അടക്കം വാങ്ങിയ വൈദ്യുതിയുടെ വിവരങ്ങൾ നൽകിയില്ല എന്നാണ് വിമർശനം. വേലൂർ പഞ്ചായത്തിന് മുൻപിൽ CPIM അംഗങ്ങൾ പ്രതിഷേധിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിലെ അംഗൻവാടിക്ക് ഗേറ്റ് മാറ്റി സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലെന്നും പഞ്ചായത്തിലെ വിവിധ പ്രവർത്തനങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അലംഭാവം കാണിക്കുകയാണെന്നും ആരോപിച്ചായിരുന്നു CPMന്റെ പ്രതിഷേധം. പ്രസിഡന്റിന്റെ വാർഡായ നടുവിലങ്ങാടി അംഗൻവാടിയിൽ നിലവിലുണ്ടായിരുന്ന ഗേറ്റ് വാഹനം തട്ടി വീണപ്പോൾ അടിയന്തരമായി 10,000 രൂപ അനുവദിക്കാൻ പ്രസിഡന്റിന് നിയമപരമായി അധികാരമുണ്ടായിട്ടും അതിന് തയ്യാറായില്ലെന്ന് CPM അംഗങ്ങൾ ആരോപിച്ചു. പരിസരം കാട് പിടിച്ചു കിടക്കുന്ന സ്ഥിതിയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് ഓരോ വാർഡിനും 10,000 രൂപ നൽകാനുള്ളത് ഭരണസമിതി ഇതുവരെ നൽകിയിട്ടില്ല. റോഡരികുകൾ വൃത്തിഹീനമായും കാട് പിടിച്ചും കിടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പഞ്ചായത്തിൽ പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്നുണ്ട്. ആരോഗ്യ കേന്ദ്രത്തിൽ 4 ഡോക്ടർമാർ ഉണ്ടായിരുന്നത് ഇപ്പോൾ 3 കുറഞ്ഞു. 6 മണി വരെ ഉണ്ടായിരുന്ന OP 4 മണി വരെയാക്കി ചുരുക്കി. അവശ്യമരുന്നുകളുടെ ദൗർലഭ്യവുമുണ്ട്. എന്നാൽ ഇതൊന്നും പരിഹരിക്കാൻ പ്രസിഡന്റ് തയ്യാറാകുന്നില്ലെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി. പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ നടുവിലങ്ങാടി 75 നമ്പർ അംഗന്മാരുടെ കുട്ടികളുടെ സുരക്ഷാ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് ഭരണസമിതിയും നടത്തുന്ന അനാസ്ഥയ്ക്ക് ചെയ്യാനായിട്ട് LDF പ്രതിഷേധം കഴിഞ്ഞ 10 വർഷക്കാലമായി LDF എല്ലാ അംഗൻവാടികളും 8ഓളം പുതിയ അംഗൻവാടി പണിയുകയും ഒട്ടനവധി അംഗൻവാടികൾക്ക് സ്വതന്ത്രമായ അംഗൻവാടികളൊക്കെ തന്നെ മെയിൻ്റനൻസ് പ്ലാൻ ഉപയോഗിച്ച്
ശുചീകരണ പരിപാടി എന്ന് പറഞ്ഞ വേലൂർ ചുങ്കത്ത് ഉദ്ഘാടനം കഴിഞ്ഞ് നടുവിലങ്ങാടി എത്തുമ്പോഴേക്കും ഫോട്ടോയും റീൽസും എടുത്ത് ശുചീകരണം അവസാനിപ്പിച്ചു പോവുകയാണ് ഉണ്ടായത്. ശുചീകരണ പരിപാടിയിൽ ആളുകൾ കുറഞ്ഞതിന്റെ പേരിൽ എത്തിച്ചേരാൻ സാധിക്കാതിരുന്ന ആശാവർക്കർമാർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുകയും പാലിയേറ്റീവ് രോഗികളെ ശുശ്രൂഷിക്കാൻ പോലും പോകാതെ ശുചീകരണത്തിൽ പങ്കെടുക്കണമെന്ന് വാശി പിടിക്കുകയും ചെയ്യുന്നത് അപലപനീയമാണെന്നും CPM മെമ്പർമാർ പറഞ്ഞു. കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിൽ വായനാ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബാലസഹായ സമിതി പ്രസിഡന്റ് അജിത് എം ചീരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബദനി സെന്റ് ജോൺ സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലായി ചുമതലയേറ്റ M. രാമദാസിനെ ആദരിച്ചു. വായനാ ദിനത്തിന്റെ ഭാഗമായി CK സണ്ണി മിൽട്ടൺ 1 വർഷത്തേക്കുള്ള ദിനപത്രം സ്പോൺസർ ചെയ്തു. ബാലസഹായ സമിതി സെക്രട്ടറി ഗിൽബർട്ട് പാറമേൽ, കുന്നംകുളം മാർത്തോമാ പള്ളി വികാരി ഫാദർ ജോബി കോരുത്, വിൽസൺ CC, ബാലസഹായ സമിതി ബോർഡ് മെമ്പർ ഗിരീഷ് കുമാർ, ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ ലിസി NJ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചൂണ്ടൽ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. എരനെല്ലൂർ ആൻമഹൽ ഓഡിറ്റോറിയത്തിൽ ചേർന്ന കൺവെൻഷൻ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം TG രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ യൂണിറ്റ് പ്രസിഡന്റ് M. ഇന്ദിരാദേവി അധ്യക്ഷയായി. ജില്ലാ കമ്മിറ്റി അംഗം CP തോമസ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഹരിനാരായണൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് VA ജോണി, സെക്രട്ടറി CI മോഹൻദാസ്, CU ആലിസ്, K. സുരേന്ദ്രൻ, K. ചന്ദ്രൻ, CG ഷീബ, EJ ലൂസി, MM സലീം എന്നിവർ സംസാരിച്ചു. കേരള സർക്കാരിന്റെ ലഹരി വിരുദ്ധ പരിപാടിയായ ഓപ്പറേഷൻ തൂഫാൻ യജ്ഞത്തിന് ഐക്യദാർഢ്യം പിന്തുണയും പ്രഖ്യാപിച്ചു. പ്രമേയം കൺവെൻഷനിൽ അവതരിപ്പിച്ചു. ലോക ലഹരിവിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി കല്ലമ്പുറം സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് സ്കൂളിൽ വ്യത്യസ്ത ബോധവൽക്കരണ പരിപാടികൾ നടത്തി. വിദ്യാലയത്തിൽ സ്കൂൾ മാനേജർ അബ്ദുൾ മജീദിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ AK റജീന അധ്യക്ഷയായി. റാലിയോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. 10ാം ക്ലാസ്സിലെ ഇഷ, സനീഹ എന്നീ വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. സ്കിറ്റ്, ഫ്ലാഷ് മോബ് എന്നിങ്ങനെയുള്ള വിവിധ പരിപാടികളും നടന്നു. അക്കാദമിക് കോർഡിനേറ്റർ ലിനി എജ്, അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജമ്മു കാശ്മീരിൽ നടന്ന നാഷണൽ ഔട്ട്ഡോർ ടഗ് ഓഫ് വാർ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ കേരള ടീമിലെ അംഗം പാർവതിക്ക് തിപ്പലശ്ശേരിയിൽ സ്വീകരണം നൽകി. വാർഡ് മെമ്പർ ബിനി സുഭാഷ് പൊന്നാട അണിയിച്ചു. ഷോഗൻ ക്ലബ് അംഗങ്ങളും പങ്കെടുത്തു. കുതിരംപറമ്പിൽ ഷാജി സുബിത ദമ്പതികളുടെ മകളാണ് പാർവതി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,845 രൂപ. സ്വർണം പവന് 1,02,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 235 രൂപ. ചരമം തയ്യൂർ ചിങ്ങപുരത്ത് തങ്ക ടീച്ചർ നിര്യാതയായി. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. കുന്നംകുളം കക്കാട് ഫയർ സ്റ്റേഷൻ റോഡ് പന്തായിൽ വീട്ടിൽ ബാബുവിന്റെ ഭാര്യ സൂസൻ നിര്യാതയായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. ഡെറിൽ, ഡീമ എന്നിവർ മക്കളാണ്. ചെറുമനങ്ങാട് കൈതക്കുന്ന് വെള്ളറമ്പിൽ മോഹനൻ നിര്യാതനായി. 53 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വസന്ത ഭാര്യയാണ്. മോനിഷ, മനീഷ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. തെരുവുനായ ശല്യത്തിന് പരിഹാരമായില്ല. ചൊവ്വാഴ്ചയും തുറന്നു പ്രവർത്തിക്കാതെ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂൾ. വിദ്യാലയത്തിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് നൽകണമെന്ന കളക്ടറേറ്റിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചൂണ്ടൽ വില്ലേജ് ഓഫീസർ വിദ്യാലയത്തിലെത്തി. ബുധനാഴ്ച വിദ്യാലയം തുറന്നു പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ അധ്യാപകരും PTA കമ്മിറ്റിയും. നാട് തെരുവുനായ ഭീഷണിയിൽ അമർന്നിട്ടും പഞ്ചായത്ത് ഭരണാധികാരികൾ തുടരുന്ന നിസ്സംഗതയ്ക്കെതിരെ UDF ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തെരുവുനായ ശല്യം മൂലം പഞ്ചായത്ത് പ്രസിഡന്റ് മാനേജറായ സ്കൂൾ അടച്ചേണ്ടി വന്നത് ഭരണക്കാരുടെ നിസ്സംഗതയാണെന്ന് KPCC സെക്രട്ടറിയും തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ CC ശ്രീകുമാർ. ജോൺ ഉറുമ്പിൽ കോറോപ്പിസ്കോപ്പയ്ക്ക് കുന്നംകുളം യാത്രാമൊഴിയേകി. അന്തരിച്ച മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനത്തിലെ മുതിർന്ന വൈദികൻ ജോൺ ഉറുമ്പിൽ കോറോപ്പിസ്കോപ്പയുടെ ഖബറടക്കം നടന്നു.
ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും ഗുരുവായൂരിലെ സർക്കാർ അതിഥി മന്ദിരം തുറന്നു കൊടുക്കാൻ നടപടിയായില്ല. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സർക്കാർ സ്വത്ത് വെറുതെ പൂട്ടിയിട്ടിരിക്കുന്നത് വലിയ സാമ്പത്തിക നഷ്ടത്തിനും കാരണമാകുന്നു. CCTV സ്പെഷ്യൽ സ്റ്റോറി. ജലത്തിന്റെ നിറവ്യത്യാസവും ദുർഗന്ധവും മൂലം വലഞ്ഞ നാട്ടുകാർ. പുന്നിയൂർ പഞ്ചായത്തിലെ കുരഞ്ഞൂർ തച്ചനായിൽ തോട്ടിലെ വെള്ളത്തിനാണ് നിറവ്യത്യാസവും ദുർഗന്ധവും വമിക്കുന്നത്. ഇതുമൂലം പരിസരത്തെ 20ഓളം വീട്ടുകാർ ദുരിതത്തിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.